السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്, അഥവാ ഇന്ന് മുഹറം 1 അല്ല, മഗ്‌രിബിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ് മുഹറം 1. പല രീതിയിലും മാസം കാണാൻ സാധ്യതകൾ കൂടുതലായിരുന്നു. പക്ഷേ മാസം കാണാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹജ്ജ് 30 പൂർത്തിയാക്കി നാളെയാണ് ഇൻഷാ അല്ലാഹ് മുഹറം 1 എന്ന് അറിയിക്കുന്നത്. മുഹറം മാസത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ഒരുപാട് അതിന്റെ ശ്രേഷ്ഠതകളെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് നമുക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ടത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹറമാണ് അവന്റെ വർഷങ്ങളിലെ ആദ്യത്തെ വർഷം. സാധാരണ നമ്മൾ മറ്റുള്ള കലണ്ടറുകൾ നോക്കുമ്പോൾ ജനുവരിയാണ് നമ്മുടെ ന്യൂ ഇയർ അല്ലെങ്കിൽ നമ്മുടെ പുതുവത്സരം എന്നൊക്കെ നാം പറയുന്നത് പോലെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ വർഷം, ആ ഹിജ്റ വർഷത്തിലെ ആദ്യത്തെ മാസം, അത് ന്യൂ ഇയർ എന്ന് പറയുന്നത് മുഹറം 1. ഇസ്ലാമിന്റെ ചരിത്രം നാം മനസ്സിലാക്കണം. ഹിജ്റ എന്ന് പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മഹാസംഭവത്തിന് ആസ്പദമാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ആ വലിയൊരു ഇലാഹിയായ നിർദ്ദേശന പ്രകാരം ഉണ്ടായ ആ ഒരു യാത്രയെ ആസ്പദമാക്കി സംബന്ധിച്ച് ഒരടയാളപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തി കാലഘട്ടം തീരുമാനിക്കുക, സമയം തീരുമാനിക്കുക, ഡേറ്റ് തീരുമാനിക്കുക. ഇസ്ലാമിന് മുമ്പ് തന്നെ ഈ ഒരു ഡേറ്റ് തീരുമാനിക്കുക എന്നത് ആ അറബികളല്ലാത്ത അനറബികളിൽ ഉണ്ടായിരുന്നു. റോമുകാരിലും പേർഷ്യക്കാരിലും ആഫ്രിക്ക ഇങ്ങനെയുള്ള മറ്റുള്ള നാടുകളിലൊക്കെ ഡേറ്റ് തീരുമാനിക്കലുണ്ടായിരുന്നു. നാം ഉപയോഗിക്കുന്ന കലണ്ടർ തന്നെ ജൂലിയൻ, അതുപോലെ തന്നെ ഗിഗേരിയൻ കലണ്ടർ എന്നൊക്കെ പറയും. ഇതൊക്കെ ഇസ്ലാമിന് മുമ്പ് തന്നെ അനറബികളായ ആളുകൾ കൊണ്ടു നടന്നിരുന്നു. സത്യത്തിൽ ഈ ഹിജ്റ വർഷം എന്നത് ആദ്യമായി ഹിജ്റ വർഷം ആരാ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. നജ്റാനിയിലുള്ള യഹൂദികളും അതുപോലെ തന്നെ നസാറാക്കളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരാർ ചെയ്ത കരാറിന് ഒപ്പുവെക്കുന്ന നേരം ഡേറ്റ് അന്ന് അറബികളുടെ ഇടയിൽ ഇല്ല. എന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘവീക്ഷണത്തോടുകൂടി ഹിജ്റയെ ആസ്പദമാക്കി, ഹിജ്റയെ അടയാളപ്പെടുത്തി, ഹിജ്റയെ ഒരു കേന്ദ്ര ബിന്ദുവാക്കിയിട്ടാണ് അവിടെ ഒരു ഡേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊതുവെ കണ്ടത്. അപ്പോഴും അതിനൊരു രൂപവും അതിനൊരു കോലവും അവിടെ ആയില്ല. റസൂൽ അതിലേക്ക് ഒരു സൂചന ഹിജ്റയിലേക്ക് കൊടുത്തു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, അഥവാ ഹിജ്റ 7ാം വർഷമായപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹിജ്റ കലണ്ടർ, നമ്മുടെ ഈ ഇന്ന് കാണുന്ന ഹിജ്റ വർഷത്തിനെ ശരിക്കും രൂപപ്പെടുത്തിയെടുത്തത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ്. സത്യത്തിൽ അല്ലാഹുവിന്റെ റസൂലാണ് ഹിജ്റയുടെ സ്ഥാപകനാണെങ്കിലും റസൂലുള്ളാഹിനോട് പിൻപറ്റി അതിന് രൂപം കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് കാരണമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അങ്ങനെ പല സ്വഹാബാക്കൾക്കും ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി വിടും. അവരവരെ ഗവൺമെന്റ്മാരായി നിശ്ചയിച്ച സ്ഥലത്ത് ഇസ്ലാമിക ഭരണം എങ്ങനെ നടത്തണം, സക്കാത്ത് എങ്ങനെ പിരിക്കണം, സക്കാത്ത് എവിടെ കൊടുക്കണം, മഹലിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം എന്ന ദീർഘവീക്ഷണത്തോടുകൂടി മഹലിൽ നടക്കേണ്ട ഇസ്ലാമിക കാര്യങ്ങളെ കുറിച്ച് കത്ത് എഴുതി കൊടുക്കുക എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പതിവായിരുന്നു. ഇങ്ങനെ ഈ കത്ത് ഒരു ദിവസം അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് കിട്ടിയപ്പോൾ ശഅബാനിൽ ചെയ്യേണ്ട പല പ്രത്യേകമായ കാര്യങ്ങളാണ് അതിൽ ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയിരുന്നത്. പക്ഷെ ഈ ശഅബാൻ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിലേക്ക് ഏത് ശഅബാനാണ് എന്ന് മനസ്സിലാണില്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് മുമ്പ് റജബും ശഅബാനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് ഇന്ന മാസമാണ് ആദ്യത്തെ മാസം, അഥവാ മുഹറമാണ് ആദ്യത്തെ മാസം, അല്ലെങ്കിൽ ദുൽഹജ്ജാണ് അവസാനത്തെ മാസം എന്നൊരു തർത്തീബും ഓർഡറും ഇല്ലാത്തതിന്റെ പേരിൽ ഷഅബാനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി കൊടുത്തപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനേക്ക് അവിടെ സംശയം വന്നു. ഈ ഷഅബാൻ ഇപ്പോൾ നാം നിലകൊള്ളുന്ന ഷഅബാനാണോ, അല്ല ഇത് കഴിഞ്ഞ ഷഅബാൻ, അല്ല വരാൻ പോണ ഷഅബാനിലാണോ, എങ്ങനെയെന്നുള്ള ഒരു വർഷം അവിടെ അടയാളപ്പെടുത്താത്തതിന്റെ പേരിൽ അതിനു മുമ്പ് ക്രിസ്താബ്ദം
ക്രിസ്തു വർഷങ്ങളൊക്കെ കണക്കൂട്ടിയിരുന്നു. ഇതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു കത്തെഴുതി നമുക്കൊരു ഹിജർ ഒരു വർഷത്തിന് ആസ്പദമാക്കി എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കലണ്ടർ വേണം, നമുക്കൊരു ഡേറ്റ് എടുക്കണം, എങ്ങനെ ചെയ്യാം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ആ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു റോം വിജയിച്ചെടുത്ത ഒരു സമയമായതുകൊണ്ട് തന്നെ റോമിലെ ഒരു ചക്രവർത്തി ഹർമുസാൻ എന്ന് പറയുന്ന വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ആ വ്യക്തിയാണ് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു കലണ്ടർ ഉണ്ട്, ഇത് വെച്ചാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്, തീരുമാനിക്കുന്നത്. അതുപോലെ നമുക്കും ഒരു അറബി ഹിജ്റ കലണ്ടർ വേണം എന്ന് ഹർമുസാൻ എന്ന വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ കൂടി അതിനൊരു രൂപം ഉണ്ടാക്കി. അങ്ങനെ രൂപം ഉണ്ടാക്കിയപ്പോൾ ഏത് മാസമാണ് ആദ്യത്തെ മാസമായി നാം കണക്കൂട്ടുക എന്ന് പറഞ്ഞപ്പോ ഭൂരിഭാഗം സ്വഹാബാക്കൾ പറഞ്ഞതും റജബാണ്. കാരണം റജബിന് വലിയ മഹത്വമുണ്ട്, അതുകൊണ്ട് റജബിനെ നമുക്ക് ആദ്യത്തെ മാസമാക്കാം. വേറെ ചിലര് പറഞ്ഞു വേണ്ട, നമുക്ക് റമദാനെ പിടിക്കാം. വേറെ ചിലര് പറഞ്ഞു റബീഉൽ അവ്വൽ പിടിക്കാം. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരുന്നത് പണ്ട് നജ്റാനയിലുള്ള നസാറാക്കൾക്ക് കത്തെഴുതിയപ്പോൾ ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റയാണ് ആസ്പദമാക്കിയത്. അതുകൊണ്ട് നമുക്ക് ഹിജ്റ ആസ്പദമാക്കുന്ന സമയം അള്ളാഹുവിന്റെ റസൂൽ മുഹറത്തിനെയാണ് അവിടെ കണക്കൂട്ടിയിരുന്നത്. നമുക്ക് മുഹറം മതി ആദ്യത്തെ മാസം എന്ന ആ ആദ്യത്തെ മാസത്തിന് നിർദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരിലൂടെ ഉടലെടുത്ത അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ കൊണ്ടുണ്ടായ ഒരു കലണ്ടറാണ് ഇന്ന് നാം കൊണ്ടു നടക്കുന്ന ഹിജ്റ കലണ്ടർ. റബീഉൽ ആഖിർ 20-നാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന് കത്ത് കിട്ടുന്നത്, ശഅബാനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ റബീഉൽ ആഖിർ 20-ന് ഈ കത്ത് പിടിച്ചിട്ട് ആളെ സംശയത്തില്ല, ഇത് ഏത് ശഅബാനാണെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഈ ചർച്ചകളൊക്കെ ഉണ്ടായതും. അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരുടെ ആ വലിയ വലിയ മഹാന്മാരുടെ നേതൃത്വത്തിലാണ്, നിർദ്ദേശത്തിലാണ് ഈ നടക്കുന്ന ഹിജ്റ കലണ്ടറും ഹിജ്റയെ ഇന്ന് നാം കൊണ്ടു നടക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമാണ്. നീ അതിന്റെ ഫളായിലുകളും മുഹറത്തിൽ ആദ്യത്തെ 10 ഒരുപാട് പുണ്യമുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ദുൽഹിജ്ജിൽ ആദ്യത്തെ 10, മുഹറത്തിൽ ആദ്യത്തെ 10, റമദാനിലെ അവസാനത്തെ 10, ഇതൊക്കെ അല്ലാഹു തആല ആദരിച്ച 10കളാണ്. ഇതൊക്കെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അല്ലാഹു തആല പ്രത്യേകം തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആദ്യത്തെ 10-ലൊക്കെ 10 ദിവസം നോൽബോക്കലൊക്കെ സുന്നത്തുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ നാം മാനിക്കാനും തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ.